ഇതിനിടയിൽ മറ്റൊരു വിവാദം കൂടി ഉണ്ടാവുകയാണ്. AICC ആസ്ഥാനത്ത് വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചു. മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ പങ്കെടുത്ത ആ ചടങ്ങിലാണ് ഇത്തരമൊരു നീക്കമുണ്ടായത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കാനുള്ള അത് സംബന്ധിച്ച നിയമമുണ്ടാക്കിയ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള നീക്കം നടത്തുകയാണ് കോൺഗ്രസ് പാർട്ടി. രാജ്യത്തെ പ്രതിപക്ഷം കേരളത്തിലുണ്ടാക്കിയ സർക്കുലർ പോലും വലിയ വിവാദമുണ്ടായതാണ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാട് വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കേണ്ടതില്ല എന്നതാണ്. അങ്ങനെയൊരു തീരുമാനത്തിനിടയിലാണ് ഇത്തരമൊരു സംഭവം AICC ആസ്ഥാനത്ത് നടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേതാക്കൾ ഇടപെട്ട് തടയാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായി അത് ആലപിക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, ഒപ്പം സോണിയാഗാന്ധി അടക്കമുള്ളവർ AICC ആസ്ഥാനത്തെ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇന്ന് സ്വാതന്ത്ര്യദിന ആഘോഷം ചെങ്കോട്ടയിലെ പരിപാടിയിൽ പങ്കെടുക്കാതെയാണ് AICC കോൺഗ്രസിൻ്റെ ആസ്ഥാനത്തെ പരിപാടിയിൽ അവർ പങ്കെടുക്കുന്നത്. അവിടെയാണിത് സംഭവിച്ചത് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കോൺഗ്രസിന് വിശദീകരണം വേണ്ടി വരും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതലാം ശസ്യശ്യാമലാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാ പുലകിതയാമിനി ഫുല്ലകുസുമിത ദ്രുമദലശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം കോടി കോടി കണ്ഠ കല കല നിനാദ കരലേ കോടി കോടി ഭുജേ ധൃത കര करवाले केवल माँ तुम्हें आ बोले बहुबल धारिणी नमामि तारिणी रिपुदल वारिणी मातरम वंदे मातरम तुम्हें विद्या तुम्हें धर्मा तुम्हें हृदय तुम्हें मर्मा त्वं हि प्राणा शरीरे बाहुते तुम्हें मां शक्ति हृदय तुम्हें मां भक्ति तुम्हारी प्रतिमा गढ़ी मंदिरे मंदिरे वंदे मातरम त्वं हि दुर्गा दश प्रहरण धारिणी कमला कमल दल विहारिणी वाणी विद्या दायिनी नमामि त्वां नमामि कमलाम् अमलाम् अतुलां सुजलां सुफलां मातरं वन्दे मातरं श्यामलां सरलां सुस्मितां भूषितां धरणीं भरणीं मातरं वन्दे मातरं वन्दे मातरं. മനു ഭർത്ത് ചേരുന്നു. മനു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. കോൺഗ്രസ് എതിർക്കുന്നു. ഇതിനിടയിൽ നേതാക്കൾ സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധിയൊക്കെ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. ഇതെന്താണ് സംഭവിച്ചത്? കോൺഗ്രസ് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ഇത് സംബന്ധിച്ചൊരു വിശദീകരണം കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകണം. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതൊരു വലിയ വിവാദത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക ഉണ്ട്. കാരണം വന്ദേ മാതരം ഒരു ദേശീയ ഗാനമെന്ന നിലയിൽ, ദേശീയ ഗീതമെന്ന നിലയിൽ അത് പാടുമ്പോൾ തടസ്സപ്പെടുത്തുന്നത് ഒരു ശരിയായ രീതിയല്ല. ഒരുപക്ഷെ അതിൻ്റെ രണ്ട് സ്റ്റാൻസകൾ പാടി അവസാനിപ്പിക്കാം.
പക്ഷേ അത് പൂർണ്ണമായി പാടാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ പിന്നീട് അതിനെ തടസ്സപ്പെടുത്തുന്നത് ശരിയാണോ എന്ന ചോദ്യം വലിയ നിയമപരമായ ചോദ്യങ്ങൾക്കിത് വഴിവെക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് AICC ആസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിതമായ ഔദ്യോഗിക നിലപാടിന് എതിരെയാണ് ഈ ബാക്കിയുള്ള 2 സ്റ്റാൻസുകൾക്ക് ശേഷമുള്ള ഭാഗം കൂടി പാടാൻ ഉള്ള ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. ആ ഗാനം ആലപിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും മല്ലികാർജ്ജുൻ ഖാർഗെ ഈ വിഷയം സോണിയാഗാന്ധിയുമായി സംസാരിക്കുന്നു. അവരത് രാഹുലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സോണിയാഗാന്ധി കൈകൊണ്ട് തന്നെ ഇത് നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആളുകളെ വിളിച്ച് രാഹുൽ ഗാന്ധി ചോദിക്കുകയൊക്കെ ചെയ്യുന്നു. സാധാരണഗതിയിൽ ഈ ദേശീയ ഗാനമോ അല്ലെങ്കിൽ ദേശീയ ഗീതമോ പാടുമ്പോൾ അത് അച്ചടക്കത്തോടു കൂടി നിൽക്കുക എന്നതാണ് അതിൽ അവലംബിക്കേണ്ട രീതി. ആ സമയത്ത് സാധാരണ ആളുകൾ സംസാരിക്കാറോ അല്ലെങ്കിൽ പരസ്പര ആശയവിനിമയം നടത്താറോ ഇല്ല. അത്യന്താപേക്ഷിതമായി ദൗത്യങ്ങൾ ചെയ്യേണ്ട ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നതാണ് രീതി. ഈ ദേശീയ ഗാനത്തെയും ഗീതത്തെയും അപകീർത്തിപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് നിയമം അനുശാസിക്കുമ്പോഴാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഏതായാലും വലിയ വിവാദങ്ങളിലേക്കും നിയമക്കുരുക്കുകളിലേക്കും ഇത് നീങ്ങുമോ എന്ന കാര്യം ഇപ്പോൾ ആലോചിക്കേണ്ടതുണ്ട്. അത് അത്തരത്തിലുള്ള ഒരു പ്രതികരണം BJPയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിനും ഇതിനൊരു ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകേണ്ടി വരും. കാരണം കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്ന് പൂർണ്ണമായി വ്യതിചലിക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ തലസ്ഥാന നഗരികൾ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരികളുള്ള കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്നത്. അത് കോൺഗ്രസിൻ്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സമുന്നതരായ നേതാവ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ സോണിയാഗാന്ധിയും ഒക്കെ നിൽക്കുന്ന ചടങ്ങിൽ അവർക്കിത് ആലപിച്ചു എന്നത് കോൺഗ്രസ്സിന് അത് കൃത്യമായി വിശദീകരിക്കാൻ്റെ നിർവാഹമുണ്ടാകില്ല. സജിത്ത്, അതാണ് കോൺഗ്രസ് വെട്ടിലായി എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം പാടി ആലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടപെടുന്നതിന് പരിമിതിയുണ്ട്, നിയമപ്രശ്നങ്ങളുണ്ട്. അതേസമയം അത് രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമാണ് താനും. എന്തായാലും വലിയ വിവാദമാണ്. വെട്ടിലാവുന്നു. കോൺഗ്രസ് വിശദീകരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.